ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധിപ്പിച്ച് വിശാല ആന്ധ്രയിൽ വലിയ പ്രക്ഷോഭമാണ് നടന്നത് എന്ന് നമുക്കറിയാം. ആ പ്രക്ഷോഭത്തിൻ്റെ കൊടുങ്കാറ്റടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ കൊടുങ്കാറ്റും യഥാർത്ഥ കൊടുങ്കാറ്റും പേമാരിയും അടക്കം പ്രകൃതി ദുരന്തവും ആ സംസ്ഥാനത്തെ ഗ്രസിക്കുകയുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ച ദുരന്തങ്ങൾക്ക് ശേഷവും തെലങ്കാന എന്ന പ്രശ്നം അടങ്ങുന്നില്ല. തെലങ്കാനയ്ക്കെതിരായ എതിർപ്പ് കുറഞ്ഞു വരുന്നു എന്നാണ് കേന്ദ്രത്തിൻ്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പാക്കേജിന് രൂപം കൊടുത്തുകൊണ്ട് തെലങ്കാനയെ സംബന്ധിച്ച കരട് ബില്ലും റിപ്പോർട്ടും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതുവഴി തെലങ്കാന രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് തെലങ്കാന നിയമസഭയെ കൊണ്ട് ആന്ധ്രയുടെ നിയമസഭയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമായി കൂടുന്നില്ല. ആ വാർത്ത മലയാള മനോരമ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിലും മലയാള മനോരമ വർത്തമാനം പേജിലാണ് തന്നിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. തെലങ്കാന കരട് ബില്ലും റിപ്പോർട്ടുമായി വിഭജനത്തോട് എതിർപ്പ് കുറഞ്ഞു. ഇനി വേണ്ടത് എല്ലാവർക്കും സ്വീകാര്യമായ പാക്കേജ്. തോമസ് ഡൊമിനിക് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ വായിക്കാം. ആന്ധ്ര വിഭജനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മന്ത്രി സമിതി കരട് തെലങ്കാന ബില്ലിനും റിപ്പോർട്ടിനും രൂപം നൽകി. എന്നാൽ ഇവ എന്ന് മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ആന്ധ്ര വിഭജനം, ആസ്തികൾ വീതം വയ്ക്കൽ, അതിർത്തി നിർണയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ച പൂർത്തിയാക്കി എന്ന് സമിതി അധ്യക്ഷൻ സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞു. എന്നാൽ ചില വിഷയങ്ങളിൽ ഇനിയും കൂടിയാലോചന വേണ്ടിവരുമെന്ന് 4 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിക്കുമ്പോൾ കൂടിയാലോചനകൾ വേണ്ടിവരും, ആസ്തി വിഭജനത്തെ സംബന്ധിച്ച സമവായങ്ങൾ വേണ്ടിവരും, അതിർത്തി നിർണയനം അത്ര എളുപ്പമായിരിക്കാൻ ഇടയില്ല, അതേ സംബന്ധിച്ചും കൂടിയാലോചനകൾ ഇനിയും നടക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും തെലങ്കാനയിലേക്ക് ഒരു ചുവട് കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ വാർത്തയാണ് മനോരമ ഇന്ന് വർത്തമാനം പേജിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നലെ പത്രങ്ങളിൽ വന്ന വാർത്ത കൂടംകുളം സ്ഫോടനവുമായി ബന്ധിപ്പിച്ച വാർത്തയാണ്. കൂടംകുളം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നതിന് തൊട്ടു പിറകെ കൂടംകുളത്തിനെതിരായ സമരസമിതി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും അവരെ സ്ഫോടനത്തിന് ഉത്തരവാദികളായി പ്രതിസ്ഥാനത്ത് നിർത്തി കേസെടുക്കുകയും ചെയ്ത വാർത്തയാണ് ഇന്ന് നമ്മെ തേടിയെത്തുന്നത്. മലയാള മനോരമയുടെ പ്രാദേശിക പേജ് അതിങ്ങനെ തരുന്നു. കൂടംകുളം സ്ഫോടനം, സമരസമിതി നേതാക്കൾക്കെതിരെ കേസ്, മാഫിയ സംഘടനമെന്നാണ്. എന്നാൽ സമിതി അത് വിശദീകരിച്ചിരിക്കുന്നത്. കൂടംകുളത്ത് നിന്ന് ആ വാർത്ത കാണുക. കൂടംകുളത്തെ ആണവ നിലയത്തിന് സമീപം ഇടിന്തക്കരയിൽ ബോംബ് സ്ഫോടനമുണ്ടായ സംഭവത്തിൽ ആണവോർജ വിരുദ്ധ ജനകീയ സമിതി കൺവീനർ SP ഉദയകുമാർ, നേതാക്കളായ പുഷ്പരായൻ, മുകുലൻ തുടങ്ങിയവർക്കെതിരെ സർക്കാർ കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരം കേസെടുക്കുന്നതിന് പോലീസിന് പെട്ടെന്ന് കയറിക്കൂടാൻ കഴിയുന്ന ഒരു കോളനിയല്ല ആ സുനാമി കോളനി. അതുകൊണ്ട് തന്നെ 6 മണിക്കുണ്ടായ സ്ഫോടന സ്ഥലത്ത് എത്താൻ പോലീസിന് 3 മണിക്കൂർ സമയം എടുക്കേണ്ടി വന്നുവെന്നുമൊക്കെ ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. അതുവഴി കൂടംകുളം ആണവ വിരുദ്ധ സമരത്തിൻ്റെ ആളുകൾക്ക് സ്വാധീനമുള്ള ആ പ്രദേശത്ത് സ്ഫോടനം നടന്നതുകൊണ്ടാണ് ഉദയകുമാർ അടക്കം പ്രതികളായത് എങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ആരാണ് പ്രതികളാകേണ്ടിയിരുന്നത്? അതേ സംബന്ധിച്ചും വാർത്തയുടെ വിശദാംശങ്ങളിൽ മനോരമ നമ്മോട് പറയുന്നത് ഇങ്ങനെ. ഇടുന്തകരയ്ക്ക് സമീപം കുന്തകുഴി ഗ്രാമത്തിൽ മാസങ്ങളായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതായും ഇവർ പരസ്പരം നാടൻ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി വന്നിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. ഇവരിലൊരു വിഭാഗം സമീപത്തെ സുനാമി കോളനിയിലേക്ക് ഈയിടെ താമസം മാറിയിരുന്നു. ഈ കോളനിയിലാണ് ബോംബ് സ്ഫോടനം നടന്നത്. സംഭവവുമായി ബന്ധിപ്പിച്ച് മണൽ മാഫിയയിൽപ്പെട്ട 3 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു. മണൽ മാഫിയയുമായി ബന്ധിപ്പിച്ച തർക്കം, മണലൂറ്റുന്നതുമായി ബന്ധിപ്പിച്ച തർക്കത്തെ തുടർന്ന് ഇരുവിഭാഗങ്ങൾക്കിടയിൽ ബോംബേറ് പതിവാക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിലൊരു വിഭാഗം സുനാമി കോളനിയിലേക്ക് അടുത്തിടെ മാറിയിരുന്നു എന്നുമൊക്കെ പോലീസ് തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബോംബ് സ്ഫോടനത്തിന് നിദാനമായിരിക്കുന്ന കാരണം
എന്ത് എന്നവർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഉദയകുമാറിനെ തന്നെയാണ് ഇപ്പോഴും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. NGOമാർക്കും അധ്യാപകർക്കുമൊക്കെ സന്തോഷിക്കാൻ വകയുള്ള ഒരു വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. മിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. ചില പത്രങ്ങളാകട്ടെ അത് ലീഡ് വാർത്തയാക്കുക പോലും ചെയ്തിരിക്കുന്നു. അത്രമാത്രം ഗൗരവതരമായി തന്നെയാണ്, അല്ലെങ്കിൽ അത്രമാത്രം ജനകീയമായ ഒരു വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു പത്രങ്ങളത്. മാതൃഭൂമി കാണുക, ഒന്നാം പേജിൽ രണ്ടാം വാർത്തയായി തരുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചെയർമാനായി 10ാം ശമ്പള കമ്മീഷൻ വന്നിരിക്കുന്നു. 10ാം ശമ്പള കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിന് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചെയർമാനായി 10ാം ശമ്പള കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ബുധനാഴ്ച പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. കമ്മീഷൻ്റെ കാലാവധി 1 വർഷം സമയമായിരിക്കും. 1 വർഷത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കുന്ന ദിവസം മുതൽ അത് പ്രയോഗക്ഷമമാവുകയും ചെയ്യും. മലയാള മനോരമ പക്ഷേ ഈ വാർത്ത ലീഡ് വാർത്തയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മലയാള മനോരമ മറ്റൊരു ദീർഘദർശനം കൂടി നടത്തിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 14,000 രൂപയായിരിക്കുമെന്ന് കൂടി മനോരമ പറയുമ്പോൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എപ്രകാരമാണ് ആ കണക്ക് മനോരമയ്ക്ക് ലഭിച്ചത് എന്നൊന്നും ആരും ചോദിക്കരുത്. എന്തൊക്കെയോ ലഭിക്കാൻ പോകുന്നു എന്ന നിലയ്ക്ക് സന്തോഷാധിക്യത്തിൽ കഴിയുന്ന NGOമാർക്കും അധ്യാപകർക്കും ഏതായാലും കൂടുതൽ സന്തോഷം പകരുന്നത് തന്നെയായിരിക്കും മനോരമ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ 14,000 രൂപയുടെ അടിസ്ഥാനരഹിതമായ കഥ. സ്കൂളിൽ കുട്ടികൾ വേണമെന്നില്ല, അധ്യാപകർ പണിയെടുക്കണമെന്നുമില്ല, എങ്കിലും ശമ്പളം കിട്ടിക്കൊണ്ടേയിരിക്കും. ശമ്പളത്തിൻ്റെ ഒരു സവിശേഷത അതാണ്. പുതിയ ശമ്പള കമ്മീഷൻ വരികയും പുതിയ ആഹ്ലാദം പങ്കിടപ്പെടുകയും ചെയ്യുന്ന സമയത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടി നാം ആലോചിക്കുന്നത് നന്നായിരിക്കും. സ്കൂളിൽ കുട്ടികളില്ലെങ്കിലും ഒരധ്യാപകനും ഒരു പണിയെടുക്കേണ്ടതില്ലെങ്കിലും ശമ്പളം മുറയ്ക്ക് കൊടുത്തുകൊള്ളണം എന്ന് ക്യാബിനറ്റ് മന്ത്രിസഭ തീരുമാനിച്ച വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു. അതിങ്ങനെ: കുട്ടികളില്ലെങ്കിലും അധ്യാപകർക്ക് ശമ്പളം മുടക്കേണ്ട എന്ന് മന്ത്രിസഭ. അനീഷ് ജേക്കബ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്ത് ഒരു കുട്ടി പോലുമില്ലാത്ത സമ്പൂജ്യ സ്കൂളുകൾ 12 എണ്ണമാണ്. കുട്ടികൾ കുറവായതുകൊണ്ട് അനാദായകരമായി മാറിയ സ്കൂളുകളാകട്ടെ 3,392 എണ്ണം. ഇത്തരം സ്കൂളുകളിൽ കാര്യമായ ജോലിയില്ലാത്ത അധ്യാപകരെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാർ കുഴങ്ങുകയാണ്. അധ്യാപകരുടെ തസ്തിക നിർണ്ണയിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പെടുത്ത കണക്കിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരമുള്ളത്. 9,000-ൽ പരം അധ്യാപകരാണ് അധികം. ഈ അധ്യാപകർക്കും കുട്ടികളുമായി ഉള്ള അനുപാതം നോക്കാതെ ശമ്പളം നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ 9,000-ൽ പരം അധ്യാപകർക്ക് പൂർണ്ണമായും തൊഴിലില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു. അവർക്കും കുട്ടികൾക്കിടെ അനുപാതം പരിഗണിക്കാതെ തന്നെ, കുട്ടികൾക്ക് ഇപ്പോഴുള്ള അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ 9,000 ആളുകൾ അധികമാണ്. അതൊന്നും പരിശോധിക്കാതെ ശമ്പളം വാരിക്കോരി നൽകുക തന്നെ വേണം എന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശുപാർശ മന്ത്രിസഭ ശമ്പള കമ്മീഷൻ വയ്ക്കുന്നതിനൊപ്പമുള്ള മന്ത്രിസഭ അംഗീകരിച്ചു എന്നാണ് ഈ വാർത്ത. പുര നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ PC ജോർജ്. എത്ര നാൾ അദ്ദേഹം ചീഫ് വിപ്പായി തുടരുമെന്നോ, അഥവാ പാർട്ടിയുടെ വൈസ് ചെയർമാനായി തുടരുമെന്നോ, അഥവാ ഏകോപന സമിതി UDFൻ്റെ ഏകോപന സമിതിയിൽ പങ്കെടുക്കുമെന്നോ എന്നും നമുക്കറിയില്ല. അവയെ സംബന്ധിച്ച് ഗൗരവതരമായ ഭിന്നാഭിപ്രായം PJ ജോസഫിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിഭാഗം ഉന്നയിച്ചു. ഇന്നലെ PJ ജോസഫ് അടക്കം 3 പേരുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞ കാര്യം അതേ പേജിൽ മാതൃഭൂമി വാർത്തയാക്കി തരുന്നു. ജോർജിനെതിരെ ജോസഫ് നിലപാട് കർശനമാക്കി. PC ജോർജിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായി ചേർന്ന കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗം അലസി പിരിഞ്ഞു. KM മാണി, PJ ജോസഫ്, CF തോമസ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇക്കാര്യം ചർച്ച ചെയ്യാനായി ചേർന്നത്. ജോർജിനെ സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന് ജോസഫ് ആവശ്യപ്പെടുമ്പോൾ നടപടിയെടുക്കില്ല എന്ന നിലപാടിൽ മാണി ഉറച്ചു നിന്നതാണ് ഏതായാലും ഒരു
തീരുമാനമുണ്ടാകാതെ പിരിയുന്നതിന് കാരണമായി പറയുന്നത്. ആറന്മുള വിമാനത്താവള നിർമ്മാണത്തെ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടല്ല നടക്കുന്നത് എങ്കിൽ തങ്ങൾ എതിർക്കുമെന്ന് NSS പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NSSന് ഗൗരവതരമായ പ്രതിഷേധമൊന്നും ഉയർത്താൻ പ്രാദേശിക തലത്തിൽ തന്നെ ചെന്ന് അത്തരം കാര്യങ്ങൾ തടയാനൊന്നും കെൽപ്പുള്ള ഒരു സംഘടനയാണ് എന്നാരും കരുതുന്നില്ല. എന്നാൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇന്ന് അതുമായി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഉള്ള സാഹചര്യത്തിൽ മാതൃഭൂമിയുടെ വാർത്തകൾ പേജ് കാണുക. മിച്ചഭൂമി പുതിയ തീരുമാനമുണ്ടാകും വരെ ലാൻഡ് ബോർഡിന് ആറന്മുള വിമാനത്താവള നിർമ്മാണത്തിന് വിലക്ക്. മിച്ചഭൂമി കേസിൽ കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ പുതിയ ഉത്തരവ് വരുന്നതുവരെ ആറന്മുള വിമാനത്താവളത്തിനുള്ള നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ഗൗരവതരമായി ചർച്ച ചെയ്ത, ഒരുപക്ഷെ അച്ചടി മാധ്യമങ്ങളെക്കാളേറെ ദൃശ്യമാധ്യമങ്ങൾ അനവരതം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വാർത്താ വിഭവമാണ് ചക്കിട്ടപ്പാറയിലെ ഇരുമ്പയിര് ഖനനം എന്ന പ്രശ്നം. അതേ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത മലയാള മനോരമ ഒന്നാം പേജിൽ തരുന്നു. ചക്കിട്ടപ്പാറ ഇരുമ്പയിർ ഖനനാനുമതി റദ്ദാക്കിയത് കേരള സർക്കാരാണ്. അത് പ്രഖ്യാപിച്ചതാകട്ടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ്. പരിശോധിച്ച ശേഷം അന്വേഷണം വേണോ എന്ന്, ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം വേണോ എന്ന് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിങ്ങനെ: ചക്കിട്ടപ്പാറയിലെ 1000 ഏക്കറോളം വനഭൂമിയിൽ ഇരുമ്പയിർ ഖനനത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നൽകിയ അനുമതി റദ്ദാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇടപാടിൻ്റെ എല്ലാ വശവും പരിശോധിച്ച ശേഷം അന്വേഷണം വേണമോ എന്ന് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. കഴിഞ്ഞ സർക്കാർ ഖനനാനുമതി നൽകി എന്നാണ് ഈ വാർത്തയിൽ മലയാള മനോരമ പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാരിനും ഖനനാനുമതി നൽകാനുള്ള അവകാശമില്ല. പക്ഷേ കേന്ദ്രം ഖനനാനുമതി നൽകിയപ്പോൾ ആ മുൻ അനുമതിക്ക് പിന്തുടർന്നുകൊണ്ട് മറ്റ് സഹായകമായ നിലപാടുകൾ കൈക്കൊള്ളുകയായിരുന്നു കേരള സർക്കാർ ചെയ്ത ഒരു പക്ഷേ തെറ്റ് എന്ന് പറയാവുന്ന ഏക കാര്യം അതാണ്. ഖനന ഇടപാടിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വെളിപ്പെടുത്തുന്നവർ പിറ്റേന്ന് നിലപാട് മാറ്റുകയല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച മറ്റൊരു വിഷയത്തിലെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചെങ്കിലും അതിപ്പോൾ മാറിയല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ആഴ്ച മറുപടി പറയാത്ത കാര്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞു, ആരും ചോദിക്കാതെ തന്നെ. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഒരു രീതി. ഒരു വെളിവാക്കലിനെ സംബന്ധിച്ച് നടപടി സുബൈറിൻ്റെ വെളിവാക്കലാണ്, 5 കോടി രൂപ വാങ്ങി എന്ന വെളിവാക്കലാണ്. ഈ വെളിവാക്കലിനെ മുൻനിർത്തി സുബൈറിൻ്റെ വെളിവാക്കൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ മറ്റൊരു ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ദൃശ്യങ്ങൾ തന്നെ കാണിച്ചിരുന്നു. അതിനെതിരെ എളമരം കരീം ഒരു നോട്ടീസ് അയച്ചപ്പോൾ ആ മാധ്യമം തന്നെ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് മാപ്പാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ആ വാർത്തയും ഇന്ന് പത്രങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും അപ്രകാരമുള്ള സുബൈറിൻ്റെ വെളിവാക്കൽ പൂർണ്ണമായി ഒരു സാഹചര്യപരമായ തെളിവുകളും ഇല്ലാത്ത വെളിവാക്കൽ തനിക്കെതിരെ സംഭവിച്ചിരിക്കുന്ന വെളിവാക്കലുമായി സമീകരിച്ച് എത്ര എളുപ്പമാണ് ഒരു വരാലിൻ്റെ കരവിരുതോടെ അദ്ദേഹം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് നോക്കുക. സുബൈർ അവതരിപ്പിക്കപ്പെട്ടത് യാദൃച്ഛികമായ കാരണങ്ങളാലല്ല എന്നും സുബൈർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഉമ്മൻചാണ്ടി എന്ന വലിയ വരാലിന് തൽക്കാലം രക്ഷപ്പെട്ട് ഒഴിഞ്ഞു പോകാനുള്ളൊരവസരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഈ വാർത്ത നമ്മോട് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നത്. ഇതേ വാർത്ത തന്നെയാണ് കേരള കൗമുദി അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ചക്കിട്ടപ്പാറ ഖനനാനുമതി റദ്ദാക്കി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. കാണുക: ചക്കിട്ടപ്പാറ അടക്കം കോഴിക്കോട് ജില്ലയിൽ 3 ഇടങ്ങളിൽ ഇരുമ്പയിർ ഖനനത്തിന് കഴിഞ്ഞ സർക്കാർ നൽകിയ അനുമതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചക്കിട്ടപ്പാറയിൽ 406.48 ഹെക്ടറിലും മാവൂരിൽ 53.93 ഹെക്ടറിലും കക്കൂരിൽ 251.22 ഹെക്ടറിലുമാണ് ഇരുമ്പയിർ ഖനനത്തിന് പ്രാഥമിക അനുമതി നൽകിയത്. ചക്കിട്ടപ്പാറ പോലെയുള്ള പ്രദേശത്ത് ഖനനം സാധ്യമല്ലെന്ന് കാണിച്ചാണ്
വ്യവസായ മന്ത്രി കുറിപ്പ് നൽകിയത്. കരീമിനെതിരെ ആക്ഷേപം ഉയർന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പരിശോധിച്ച ശേഷമേ അന്വേഷണ നടപടി ഉണ്ടാകൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, എന്നാൽ തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല. പല വെളിപ്പെടുത്തലുകളും പിന്നീട് മാറുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യവും ഈ പത്രവും ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ട ഒരു കാര്യം സംസ്ഥാന സർക്കാർ ഖനനാനുമതി റദ്ദു ചെയ്തു എന്നതാണ്. ഖനനാനുമതി അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിലും സംസ്ഥാനത്തിന് യോഗ്യമല്ല എങ്കിൽ അതിനെ ബഹിഷ്കരിക്കാൻ, എതിർക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയും ചെയ്യും. അതിന് നിയമമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇത് റദ്ദാക്കിയില്ല എന്ന് കരുതുക. ഈ കഴിഞ്ഞ മാസം വരെ റദ്ദാക്കാത്ത കാര്യമാണ്. ഇപ്പോഴും അത് റദ്ദാക്കിയില്ലെങ്കിലും ഈ ഖനനം നടക്കുമായിരുന്നില്ല. കാരണം ഈ ഖനനാനുമതി നൽകി 2009 എന്ന് ആക്ഷേപിക്കപ്പെടുന്നു. സംസ്ഥാന സർക്കാർ നൽകിയെന്നാണ് ആക്ഷേപം. ആ സമയത്തില്ലാത്ത ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ ചക്കിട്ടപ്പാറയിൽ അല്ലെങ്കിൽ തന്നെ ഒരു ഖനനം അസാധ്യമാണ്. ഉമ്മൻചാണ്ടി മഹാമനസ്കതയോടെ ഇത് റദ്ദാക്കിയില്ലെങ്കിലും, റദ്ദാക്കണമെന്ന് അതിമഹാമനസ്കതയോടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ല എങ്കിലും അതൊന്നും അവിടെ നടക്കാൻ പോകുന്ന അവസ്ഥ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം, കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് ശേഷം ഇല്ല എന്ന യാഥാർത്ഥ്യവും നാം കാണണം. അതുകൊണ്ട് റദ്ദ് ചെയ്തു എന്ന് പറയുന്നത് ഒരു പഴയ പൊള്ളയായ പെരുമ പറച്ചിൽ മാത്രമാണ്. തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് എളമരം കരീമിൻ്റെ പത്രസമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി എന്ന പത്രം സ്വാഭാവികം ഒന്നാമത്തെ പേജിൽ തന്നെ നിന്നിരിക്കുന്നു. ഖനന വിവാദം ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് ഇളമരം കരീമിൻ്റെ നിലപാട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല താൻ എന്നാണ് ഇളമരം കരീം പറയുന്നത്. ഭാഗികമായി ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ഇനിയും വെളിവാക്കപ്പെടാത്ത ഭാഗികമായ കാരണങ്ങളാൽ ഇപ്പോഴും അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിൽ അവശേഷിക്കുന്ന ചില ചിത്രങ്ങൾ കൂടി ഇന്ന് മൊത്തം പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് ലഭിക്കുമെങ്കിലും ഇളമരം കരീമിൻ്റെ വിശദീകരണം കാണുക. ഒരു കമ്പനിക്കും LDF സർക്കാർ ഇരുമ്പയിർ ഖനനാനുമതി നൽകിയിട്ടില്ല. സുപ്രധാന ധാതുവായ ഇരുമ്പയിർ ഖനനത്തിന് അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സർവേയിൽ ചക്കിട്ടപ്പാറ, നന്മണ്ട, ചെറുപ്പ എന്നിവിടങ്ങളിൽ ഇരുമ്പയിർ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഖനന പദ്ധതിയുമായി പല കമ്പനികളും കേന്ദ്രത്തെ സമീപിച്ചു. അതിലൊന്നാണ് MSPL. ഇതനുസരിച്ച് 2009 ഒക്ടോബർ 9 കേന്ദ്ര സർക്കാർ ഖനനത്തിന് സർവേ നടത്താൻ അനുവാദം നൽകി. ഇതിനായി വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങുന്നതുൾപ്പെടെ മുഴുവൻ നിയമവ്യവസ്ഥകളും പാലിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം അയച്ച കത്തിന് മറുപടിയായി സർവേക്ക് പെർമിറ്റ് നൽകുന്നതിൽ തെറ്റില്ല എന്നാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി കത്തയച്ചത്. അതിൽ എവിടെയാണ് ഖനനാനുമതി നൽകി എന്ന നിലപാടുള്ളത്, എവിടെയാണ് നിയമലംഘനം നടന്നു എന്ന നിലപാടുള്ളത് എന്നാണ് എളമരം കരീം ചോദിക്കുന്നത്. എന്നാൽ 2007 മുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന കാര്യങ്ങൾ ഇന്ന് പത്രങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുകൂടി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എളമരം കരീം. തമ്പാനൂരിൽ വെള്ളപ്പൊക്കം വന്നാൽ അത് പരിഹരിക്കാൻ ഉടനടി കുറേ പണം അനുവദിക്കും സർക്കാർ. തുടർന്ന് മഴ പെയ്യുമ്പോൾ വീണ്ടും തമ്പാനൂരിൽ വെള്ളം പൊങ്ങും. ഇതാണ് തിരുവനന്തപുരം നിവാസികളുടെയും തിരുവനന്തപുരം സന്ദർശകരുടെയും അനുഭവമെങ്കിൽ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. വീണ്ടും കോടികൾ അനുവദിക്കപ്പെടുന്നു. മാതൃഭൂമി നഗരം പേജിൻ്റെ ലീഡ് വാർത്ത കാണുക. തമ്പാനൂരിന് വീണ്ടും കോടികൾ. ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ പണി. വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ 21.72 കോടി മന്ത്രിസഭ അംഗീകരിച്ചു. നഗരത്തിൽ തമ്പാനൂർ ഭാഗത്ത് മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജൻറം സ്കീമിൽ ഉൾപ്പെടുത്തി 21.72 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭ അനുമതി നൽകിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മഴക്കാലത്ത് വെള്ളം തിരിച്ചുവിടുന്നതിന് തമ്പാനൂരിൽ നിന്ന് ഉപ്പിളാമൂട് പാലം വരെ പൊതുമരാമത്ത് റോഡിന് അരികിൽ കൂടി ബൈപ്പാസ് ഡൈവേർഷൻ കനാൽ നിർമ്മിക്കുന്നതിനാണ് അനുമതി. പുതിയ കനാൽ നിർമ്മിക്കാനാണ് പോകുന്നത്. വിജയം കണ്ടു തന്നെ അറിയാം. ദേശീയപാതയുടെ വീതി 45 മീറ്റർ തന്നെയായിരിക്കുമെന്ന് ഇന്നലെ അസന്നിഗ്ധമായി
ക്യാബിനറ്റ് പറഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമിക്ക് വിപണി വില നൽകും എന്നതാണ് ഒരു പ്രത്യേകത. അതും ഏകദേശം തീരുമാനിക്കപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ്. ദേശീയപാത വികസനം വിപണി വില നൽകും എന്ന ശീർഷകത്തിൽ കേരള കൗമുദി അതേ സംബന്ധിച്ച വാർത്ത തരുന്നു. അതിങ്ങനെ: ദേശീയപാത വികസനത്തിനായി സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സ്ഥലമെടുക്കുന്നതിലെ പ്രശ്നങ്ങൾ മൂലം ദേശീയപാത വികസനം ഇഴയുന്ന പ്രദേശങ്ങളിൽ നെഗോഷിയേറ്റഡ് പർച്ചേസ് നടത്താൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താലേഖകരെ അറിയിക്കുമ്പോൾ വിപണി വില തന്നെ അതിന് നൽകും എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. കാഞ്ചി മഠാധിപതിയെ വെറുതെ വിട്ടു. ആ വാർത്ത ജന്മഭൂമി എന്ന പത്രം ലീഡ് വാർത്തയിലൂടെ ആഘോഷിക്കുകയും ചെയ്തിരിക്കുന്നു. അത് കാണുക. ശങ്കരരാമൻ വധം 23 പ്രതികളും കുറ്റവിമുക്തർ. ജയേന്ദ്ര സരസ്വതിയെ വെറുതെ വിട്ടു. കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി, ഇളയ മഠാധിപതി വിജേന്ദ്ര സരസ്വതി എന്നിവർ മുഖ്യപ്രതികളായ ശങ്കരരാമൻ വധക്കേസിൽ ഇവരടക്കം എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. അറസ്റ്റ് ഒഴിവാക്കാൻ ജയേന്ദ്ര സരസ്വതി പഠിച്ച പണി 18 നോക്കിയിട്ടും അത് വിജയിക്കുകയുണ്ടായില്ല. ജയലളിതയുടെ ആഭിമുഖ്യത്തിൽ കർശനമായി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. ഏതായാലും ഈ വാർത്ത തന്നെയാണ് ഹിന്ദു എന്ന പത്രവും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. കാഞ്ചി സിയേഴ്സ് അക്യൂറ്റഡ് ഇൻ ശങ്കർരാമൻ കേസ് എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുമ്പോൾ, ആ വിടുതൽ വാർത്ത തരുമ്പോൾ ഹിന്ദു ഇന്ന് ഒരു മുഖപ്രസംഗം കൂടി ഇതിനെ മുൻനിർത്തി എഴുതിയിട്ടുണ്ട്. വേണ്ടും വണ്ണം തെളിവില്ലാതെ പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു എഡിറ്റോറിയൽ ഇന്ന് ഹിന്ദു നമുക്ക് ഇതിനൊപ്പം തന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റാൻ കോൺഗ്രസിൽ സമ്മർദ്ദമേറുന്നു എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി AG ദണ്ഡപാണിയും കോൺഗ്രസിലെ ചില MLA-മാരും പ്രത്യേകിച്ച് ഹരിത MLA-മാരും തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായ പ്രകാശനത്തെ സംബന്ധിച്ച വാർത്ത നമുക്ക് തരുന്നു. അതിങ്ങനെ: അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റാൻ കോൺഗ്രസിൽ സമ്മർദ്ദം വനം റവന്യൂ വകുപ്പുകളുടെയും ഹരിത MLA-മാരുടെയും എതിർപ്പിനെ തുടർന്ന് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയെ നീക്കാനായി കോൺഗ്രസിൽ സമ്മർദ്ദം ശക്തം. വനം റവന്യൂ വകുപ്പുകളുടെയും ഹരിത MLA-മാരുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സുപ്രധാന കേസുകളിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറൽ സ്വയം ഒഴിവായി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. എന്നാൽ അതേ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്ത ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് പുറത്ത് വിടുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി അത്ര എളുപ്പമൊന്നും ഒഴിയുന്ന ഒരാളല്ല. അദ്ദേഹം തന്നെ ഇപ്പോൾ സർക്കാരിന് വേണ്ടി എടുക്കുന്ന നിലപാടിന് എതിരെ അദ്ദേഹം വക്കീലായിരുന്നപ്പോൾ കേസ് വാദിച്ചിട്ടുണ്ട് എന്ന ഒരു അധാർമിക നിലവാരത്തെ സംബന്ധിച്ചാണ് തർക്കം വന്നത് എങ്കിൽ തൽക്കാലം ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നും ഒരാഴ്ച കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും, കസേര വിടാൻ നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ അദ്ദേഹം അവരോധിച്ച് AGക്കും വലിയ മടിയാണ് എന്ന് തോന്നുന്നു. ഏതായാലും അപ്രകാരം ഒരു നിലപാടാണ് AG എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സമ്മർദ്ദങ്ങൾ കാര്യമായി ഫലം കണ്ടു എന്ന് പറയാറായിട്ടില്ല എന്നാണ് ഈ വാർത്തകളുമായി ബന്ധിപ്പിച്ചു വരുന്ന തുടർ വാർത്തകൾ നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. നേപ്പാളിൻ്റെ ഭാവി ഇനി എന്തായിരിക്കും? പുതിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കാണ് നേപ്പാൾ എടുത്തെറിയപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ സീറ്റിൻ്റെ കാര്യത്തിലും ബഹുജന പിന്തുണയുടെ കാര്യത്തിലുമൊക്കെ ഒന്നാം സ്ഥാനത്ത് നിന്നത് മാവോയിസ്റ്റുകളാണ്. എന്നാൽ ഇത്തവണ മാവോയിസ്റ്റുകൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ദയനീയമായ തന്നെയാണ് മാവോയിസ്റ്റുകളുടെ പരാജയം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നേപ്പാളി കോൺഗ്രസ് ആണ് 1-ാം സ്ഥാനത്ത്. അത്തരമൊരു സാഹചര്യം മാറ്റം വന്നതിനെ മുൻനിർത്തി മംഗളം എന്ന പത്രത്തിൽ പ്രമോദ് പുഴങ്കര ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. മാവോയിസ്റ്റ് പരാജയവും നേപ്പാളിൻ്റെ ഭാവിയും എന്ന ശീർഷകത്തിലാണ് ആ ലേഖനം നമ്മെ തേടിയെത്തുന്നത്. ലേഖനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ: പൊതു തെരഞ്ഞെടുപ്പ് ഫലം ഈ ആഴ്ച പുറത്തു വന്നപ്പോൾ അത് വീണ്ടും ഏവരെയും അത്ഭുതപ്പെടുത്തി. 2008 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടും സീറ്റും നേടിയ യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് കിതച്ച് വീണതാണ് എതിരാളികളെ പോലും ഞെട്ടിച്ചത്. മാവോയിസ്റ്റുകളുടെ പരാജയം മിക്കവാറും പ്രവചിച്ചിരുന്നുവെങ്കിലും ഇത്രമാത്രം രൂക്ഷമായ ഒരു പരാജയത്തിലേക്ക് മാവോയിസ്റ്റുകൾ പതിക്കും എന്ന് ആരും ആഗോള തലത്തിൽ തന്നെ കരുതിയിരുന്നില്ല എന്നാണ് പ്രമോദ് പുഴങ്കര വാദിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പുതിയൊരു ഭരണഘടനയെ സംബന്ധിച്ച ചിന്ത ഇനി എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? പുതിയൊരു ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ രണ്ടാം ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കായാൽ നേപ്പാളിൻ്റെ ജനാധിപത്യ ഭാവി അസ്തമിക്കില്ല എന്ന് കരുതാം. എന്നാൽ പുതിയ സാഹചര്യത്തിൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനതയ്ക്ക് അത് പുത്തൻ അധികാരങ്ങളൊന്നും നൽകാൻ ഇടയില്ല. ഇന്ത്യയിലെ പോലെ ആചാരപരമായ വോട്ടവകാശം മാത്രമേ നേപ്പാളിലും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് പ്രമോദ് പുഴങ്കര നിരീക്ഷിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. 2014 ഇനി പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇന്ത്യയിൽ. എന്നാൽ അതിൻ്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 5 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു സെമി ഫൈനലായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും കാണുന്നത്. ഏതായാലും മത്സരക്കളിയിൽ ചിലർ സജീവമായി പങ്കെടുക്കുമ്പോൾ ജയിലിൽ കഴിയുന്ന രാഷ്ട്രീയത്തിലെ പഴയ സിംഹങ്ങൾ എന്താണ് ആലോചിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്? ഈ കാർട്ടൂൺ കാണുക. തെരഞ്ഞെടുപ്പിൻ്റെ കാൽപന്ത് കളിയാണിത്. സോണിയ, രാഹുൽ, മോദി എല്ലാവരും വിജയനിർണയ പന്തിന് പിന്നാലെ കുതിച്ചു പായുകയാണ്. അടുത്ത് കാണുക, ജയിലിൽ കഴിയുന്ന ലാലു പ്രസാദിനെയും നമുക്കിതിനകത്ത് കാണാം. ആ പന്ത് അഥവാ ആ ബോൾ എനിക്ക് കൂടി എന്ന് ലാലു ആവശ്യപ്പെടുന്നു. തൊട്ടു പിറകെ ആ ബോൾ എന്നുള്ളത് മാറ്റി ബെയിൽ, ജാമ്യം എന്ന് അദ്ദേഹം തിരുത്തുമ്പോൾ ജാമ്യമെങ്കിലും ലഭിക്കണം തനിക്ക് എന്ന് ലാലുവിൻ്റെ ആ പരിദേവനത്തെ കാർട്ടൂണാക്കിയിരിക്കുന്നു ഹിന്ദുവിൽ സുരേന്ദർ. ഇനി ഇന്നത്തെ ചിത്രം. ഏതു കാലത്തിലും ചരിത്രം ഒരു പഴമയും ഒരു പുതുമയും അവതരിപ്പിക്കും. പഴമയും പുതുമയും എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും. മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ഇവയുടെ ചിഹ്ന വ്യവസ്ഥകൾ ഒരുപക്ഷെ മാറിയേക്കാം എന്നു മാത്രം. പഴമയെ പുതുമ അഭിമുഖീകരിക്കുന്നത് നാം ഈ ചിത്രത്തിൽ കാണാം. ഇത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഉമ്മറമാണ്. പഴയ രാജാവിൻ്റെ പിന്മുറക്കാരനെ കാണാൻ പുതിയ സ്കൂൾ വിദ്യാർത്ഥികൾ വന്നപ്പോൾ അവരെ എതിരേറ്റത് പൂമുഖത്ത് വിശ്രമിക്കുന്ന ചിരപുരാതനമായ ആ കാറാണ്. പഴമയും പുതുമയും മുഖാമുഖം വരുന്ന ഈ ചിത്രം ജയചന്ദ്രൻ പകർത്തി മെട്രോ മനോരമയാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.